بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 49 മുതൽ 53 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല ഫമർ റബ്ബുകുമാ, ഖാല എന്ന് പറയുമ്പോൾ ഖാഫ് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം ഖാഫിനെ. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. അപ്പോൾ ഖാല ഖാല ഫമൻ റബ്ബുകുമാ, ഫമൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ശേഷമുള്ള റാഹിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഷദ്ദുള്ള റാഹ് മാത്രമാണ് ഉച്ചരിക്കപ്പെടുക. റാഹിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാഹ് ഉച്ചരിക്കുക. ഫമൻ റബ്ബുകുമാ യാ മൂസ. ഇവിടെ ഖാഫ് അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, അതുപോലെ റാഹ്, ഈ അക്ഷരങ്ങൾക്ക് മാത്രമാണ് തഫ്ഖീം ഉള്ളത്. ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് അവയ്ക്കൊക്കെയും തർക്കീഖാണ് നേർപ്പിച്ച് അവയെ ഉച്ചരിക്കുക. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്ക് മാത്രമേ തഫ്ഖീം നൽകാവൂ. വീണ്ടും ഖാല ആവർത്തിച്ചു വന്നിരിക്കുന്നു. റബ്ബുന റാ, വീണ്ടും തഫ്ഖീം. അല്ലദീ അഅ്താ, അല്ലദീ എന്നതിലെ ദീർഘാക്ഷരമായ യാഇന് മദ് മുൻഫസിൽ ജായിസ് നൽകിയാലോ 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഖാല റബ്ബുനല്ലദീ അഅ്താ, അഅ്താ ഐന് തൊണ്ടയുടെ മധ്യമാണല്ലോ അതിൻ്റെ മഖ്റജ്, വ്യക്തമാക്കി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ത്വാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്, ഇത്ബാഖിൻ്റെ ഹർഫുമാണ്. നല്ല കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട ഷിദ്ദ എന്ന സിഫത്തുള്ള അക്ഷരം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തേണ്ടതാണ്. അഅ്താ, ത്വാ എന്ന ശബ്ദം വ്യക്തമാക്കി ഉച്ചരിക്കുക. അഅ്താ കുല്ല ഷൈഇൻ ഖൽഖ, ഷൈഇൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ശേഷമുള്ളത് ഹൽക്കിൻ്റെ ഹർഫായ ഖാ ആണ്. ഖാഇന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതുകൂടിയാണ്. ആ പദത്തിൽ വന്ന ഖാഫിനും തഫ്ഖീമാണ്. ഖൽഖഹു കുല്ല ഷൈഇൻ ഖൽഖഹു, ഖൽഖഹു എന്നതിൽ ദമീറിന് മദ്ദു സിലത്തി സൂറ എന്ന ദീർഘം നൽകുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം അതിനെ ദീർഘിപ്പിക്കുക. ഖൽഖഹു സുമ്മ ഹദ, സുമ്മ മീം മുശദ്ദദയെ മണിക്കണം, ശദ്ദുള്ള മീം. സുമ്മ ഹദ, ഖാല വീണ്ടും ഖാല എന്ന പദം ആവർത്തിക്കുന്നു. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫിനെ ദീർഘിപ്പിക്കുക, തഫ്ഖീം ചെയ്യുക. അതിൻ്റെ ദീർഘാക്ഷരത്തിലും തഫ്ഖീം നിലനിർത്തുക. ഖാല അലിഫായത് കൊണ്ടാണ് ദീർഘത്തിലും തഫ്ഖീം ഉണ്ടാവുന്നത്. ഖാല ഫമാ ബാലുൽ ഖുറൂൻ, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അൽ ഖുറൂനി ഖാഫ് റാ ഇവയ്ക്കൊക്കെയും തഫ്ഖീമുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. തടിപ്പിച്ച് അക്ഷരങ്ങളെ ഉച്ചരിക്കുക. വീണ്ടും ഖാല എന്ന പദം ആവർത്തിക്കുന്നു. ഇൽമുഹാ ഇൻദ, ഐന് സൂചിപ്പിച്ചു കഴിഞ്ഞു. തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്, വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് അതിൻ്റെ സിഫാത്തുകൾ പൂർത്തിയാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻദ എന്ന പദത്തിൽ സാക്കിനത്തായ നൂൻ ശേഷം ദാൽ ഇഖ്ഫ ഹഖീഖി നൽകി നൂനിനെ മറച്ചു മണിച്ച് ഉച്ചരിക്കുക, അവ്യക്തമാക്കി മണിക്കുക. ഇൻദ എന്ന് പറയുക. ഇൻദ, ഇൻ എന്ന് ക്ലിയർ ആക്കരുത്, വ്യക്തമാക്കി നൂനിനെ ഉച്ചരിക്കരുത്, മറിച്ച് ഇൻദ റബ്ബി, റാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ഫീ കിതാബ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബായിൽ സുക്കൂൻ വരുന്നു.
ഖൽഖല കുബ്ര നൽകി ബാഇൻ്റെ ശബ്ദം വ്യക്തമാക്കി സുക്കൂൻ ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് ഉച്ചരിക്കുക. ഫീ കിതാബ് ലാ യദില്ലു റബ്ബി ലാ യദില്ലു റബ്ബി. ദ്വാദിന് കസ്റ് കൊടുക്കുമ്പോൾ കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക എന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ദ്വാദ്. ലാ യദില്ലു റബ്ബി റാഇന് പൂർണ്ണമായി തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. വലാ യൻസ ഈ പദത്തിൽ യൻസ എന്നതിലെ സാക്കിൻ നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. നൂൻ സാക്കിനത്തായ നൂൻ ശേഷം സീനാണ് വന്നിട്ടുള്ളത്. ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ് സീൻ. വലാ യൻസ الذي جعل لكم الأرض مهدا جعل لكم الأرض എന്നതിൽ റാഇനും ദ്വാദിനും തഫ്ഖീമാണ്. റാ സാക്കിനത്താണ്, തൊട്ട് മുമ്പിൽ ഫത്ഹുണ്ട്, അതുകൊണ്ട് തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ദ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ്, മഫ്തൂഹത്താണ്. الأرض مهدا وسلك لكم مهدا وسلك لكم فيها مهدا ഇവിടെ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വസലക ലക്കും ഈ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഫാ വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഫാ ഷഫവിയ അക്ഷരമായതുകൊണ്ട് മീം അവ്യക്തമായി പോവാൻ കൂടുതൽ സാധ്യതയുണ്ട്. വസലക ലക്കും ഫീഹാ സുബുലൻ വഅൻസൽ സുബുലൻ തൻവീൻ ശേഷം വാവ് വീണ്ടും ആവർത്തിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വഅൻസല ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, വ്യക്തമാക്കി മണിക്കുക. മിനസ്സമാഇ മാഅ ഈ 2 പദങ്ങളിലും ആവർത്തിച്ച് മദ് മുത്തസിൽ വാജിബ് വരുന്നു. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വരുന്നു. ഇവിടെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ്നാ മാഅൻ എന്നതിലെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ശേഷം ഫാ വന്നു അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. മാഅൻ ഫഅഖ്റജ്നാ അഖ്റജ്ന ഈ പദത്തിൽ ഖാ റാ ഇവയൊക്കെ തഫ്ഖീം ചെയ്യണം. ഖാ ഇസ്തിഅലാൻ്റെ അക്ഷരം കൂടിയാണ്, തടിപ്പിച്ച് അക്ഷരങ്ങളെ ഉച്ചരിക്കുക. ഫഅഖ്റജ്നാ ജീമിന് ഖൽഖല സുഗ്റ നൽകി സുക്കൂൻ ചലിപ്പിച്ച ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. അപ്പോൾ ഫഅഖ്റജ്നാ ബിഹി അസ്വാജ ബിഹി എന്നതിലെ ഹാ ദ്വമീർ അതിനുശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ. ഇവിടെ മദ് മുൻഫസിൽ ജായിസിൻ്റെ അതേ വിധി നൽകപ്പെടുന്നതായ മദ്ദുസ്സിലത്തുൽ കുബ്ര എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ഇതിലുള്ള യാഇനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ബിഹി അസ്വാജൻ മിൻ നബാത്ത് അസ്വാജൻ മിൻ ഇവിടെ തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് ശബ്ദുള്ള ഒറ്റ മീമ് മാത്രമാണ് ഉച്ചരിക്കുന്നത്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ ഇതേ ഹുക്മ തന്നെ. മിൻ നബാത്ത് എന്ന് പറയുമ്പോഴും നൂനിനെ ശേഷമുള്ള നൂനിൽ ലയിപ്പിച്ച് ഉച്ചരിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അപ്പോൾ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അസ്വാജൻ മിൻ നബാത്ത് മിൻ നബാത്തിൻ ശത്ത തൻവീനും ശേഷം ഷീനുമാണ്. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കേണ്ടതാണ്. മിൻ നബാത്തിൻ ശത്ത. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم.
قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى